ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾസ് അഥവാ ത്രികോണങ്ങളുടെ ചുറ്റളവും പരപ്പളവും എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. നമുക്കാദ്യം പെരിമീറ്റർ അഥവാ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡും കൂടി ആഡ് ചെയ്തായിരിക്കും അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കിൾ ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണമാണെങ്കിൽ അതിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പെരിമീറ്റർ 3a ആയിരിക്കും. ഇനി ട്രയാങ്കിൾ ഒരു ഐസോസലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണെങ്കിൽ അതിൻ്റെ 2 സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പെരിമീറ്റർ 2a+b എന്നായിരിക്കും. സ്കെയിലൈൻ ട്രയാങ്കിൾ അഥവാ വിഷമഭുജ ത്രികോണത്തിൻ്റെ 3 സൈഡ്സും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ a+b+c എന്നാണ്. ഇനി നമുക്ക് ട്രയാങ്കിൾസിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ട്രയാങ്കിൾസിൻ്റെ ഏരിയ കാണാനുള്ള ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇനി ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് ഇതായിരിക്കും, ബേസ് ഇതായിരിക്കും. ഇനി ഇതൊരു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ അഥവാ ബൃഹത് ത്രികോണമാണെങ്കിൽ ഇതിൻ്റെ ബേസ് ഇതായിരിക്കും, ഇതിൻ്റെ ഹൈറ്റ് പുറത്തായിരിക്കും, ഇതായിരിക്കും. ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് അറിയാമെങ്കിൽ നമുക്ക് ഏരിയ കാണാനുള്ള ഇക്വേഷൻ √3a² ആണ്. √3യുടെ വാല്യൂ 1.73 ആണ്. ഇനി ഒരു സ്കെയിലൈൻ ട്രയാങ്കിൾ അഥവാ വിഷമഭുജ ത്രികോണത്തിൻ്റെ 3 സൈഡ്സ് a b c എന്നാണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ √s × s - a × s - b × s - c എന്നാണ്. ഈ ഇക്വേഷൻ പറയുന്നതാണ് ഹിയറോൺസ് ഇക്വേഷൻ. ഇതിൽ s എന്ന് പറയുന്നത് പെരിമീറ്ററിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.